ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് മധുരക്കിഴങ്ങുണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, അതും കുറച്ച് കപ്പലണ്ടിയും കൂടെ ആവിയിൽ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുത്ത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. എന്നാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്, ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം, വായോ. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു ഇഡ്ഡലി കുട്ടവും കുറച്ച് വെള്ളമൊക്കെ നിറച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കപ്പലണ്ടി ഇതുപോലെ ഒരു ചെറിയ ബൗളിനകത്താക്കി അതും കൂടെ വെച്ച് കൊടുക്കാം. കപ്പലണ്ടിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ദാണ്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓഫ് ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് ഓപ്പൺ ആക്കുന്നത്. കണ്ടോ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും ആ തൊലി ഇളകിങ്ങി വരുവേ. അപ്പോൾ നമുക്കിതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വെക്കണം. കപ്പലണ്ടിയും നന്നായിട്ടൊന്ന് സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ദാണ്ട് ഞാനൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ മധുരക്കിഴങ്ങെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊക്കെ തൊലി ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൊലിയോടെ വേണമെങ്കിലും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ചേർക്കുന്നതൊക്കെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞാൽ അത്ര നല്ലത് കേട്ടോ. വലുതായിട്ട് അരിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കുംബർ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. കോൺ എടുക്കാം, കടല എടുക്കാം, ഇതൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ ചാറ്റ് മസാല ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതിൽ ഞാൻ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പോളം തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈര് ചേർക്കാതെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡ് റെഡിയായി. അപ്പോൾ നിങ്ങൾ ഈ മധുരക്കിഴങ്ങൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും കളയരുത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണിത് കേട്ടോ. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാം. പിന്നെ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ മധുരക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുക. അപ്പം ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരുപാട് റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.